നമസ്കാരം. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഇത് ചോദിച്ചത് നടേശനാണ്, വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനും കെ ടി തോമസിനും ഒക്കെ കുരുക്കു മുറുകുകയാണ് ഈ പത്മഭൂഷൺ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണമെന്നും കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ടാണ് ഇത് മാറിയില്ലേ എന്നും ചോദിച്ച വെള്ളാപ്പള്ളി നടേശനെ ആരും മറക്കാനിടയില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം ഒരിക്കൽ ചോദിച്ച ആളാണ് ഈ ഇപ്പോൾ പുരസ്കാര ജേതാവായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിലൊക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം, കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ എന്ന് ചോദിച്ച ചോദ്യം മുമ്പ് പഴയ ഒരു അഭിമുഖമാണത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയിൽ പക്ഷെ അതിപ്പോൾ വീണ്ടും ആരൊക്കെയോ ചേർന്നത് കുത്തിപ്പൊക്കി എടുത്തിട്ട് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമീപനം സ്വീകരിച്ച വ്യക്തിക്ക് പത്മഭൂഷൺ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയത് കണ്ട് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നിറയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ആ തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയപ്പെടുന്ന ആൾ. യോഗ്യനാണോ ഇത് വാങ്ങിക്കാൻ എന്ന് സ്വയം ആലോചിക്കുക. അടുത്ത കാലത്ത് വരെ വിവാദ പ്രസ്താവനകൾ കൊണ്ട് വിവാദത്തിന് നിറഞ്ഞ, അല്ലെങ്കിൽ വിവാദങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ ട്രോളാൻ, അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ കൊത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ. മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നത്. പത്മഭൂഷണൊക്കെ വലിയ വിലയുണ്ടോ? അതെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്നുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം, തരാന്ന് പറഞ്ഞാലും താൻ മേടിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി ആ അഭിമുഖത്തിൽ അന്ന് പറഞ്ഞത്. അതേസമയം ഇപ്പോൾ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ വെള്ളാപ്പള്ളി അഭിപ്രായം പാടെ മാറ്റി. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആദ്യത്തെ പ്രതികരണം. വന്ന് അവാർഡിന് ഒരു തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നും ജനങ്ങൾ തന്നതാണ് എന്നും അവാർഡ് ഗുരുവിന് സമർപ്പിക്കുന്നു എന്നും മമ്മൂട്ടിക്കും തനിക്കും ഇത് കിട്ടിയല്ലോ, താനും മമ്മൂട്ടിയും ഒരേ മാസത്തിൽ ജനിച്ചവരാണ് എന്നൊക്കെ വലിയ വായിലെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത്. പണ്ട് പറഞ്ഞതൊക്കെ പുള്ളി അതങ്ങ് മറന്നുപോയി. അതായത് ഏത് പട്ടിക്ക് വേണം ഈ പത്മഭൂഷൺ എന്ന് ചോദിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആരാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത് എന്ന് അറിയില്ലെന്നും ജനങ്ങൾക്ക് നന്ദിയുണ്ടോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ആരാണ് ഇത് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കൂ. അവാർഡിൽ ഇപ്പോൾ ഒരുപാട് പേർ നല്ലത് പറയുന്നുണ്ട്, കുറെ ആൾക്കാർ ചീത്ത പറയുന്നുണ്ട്. ആഹ്ലാദിക്കാനോ ദുഃഖിക്കാനോ ഞാനില്ല എന്നും സംസ്ഥാന സർക്കാർ പേര് നിർദ്ദേശിച്ചു എന്നതിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ കൈമലർത്തിയ വെള്ളാപ്പള്ളി നടേശൻ ഇത് എവിടുന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ച് ആലോചിച്ച് പുളകിതനാവുകയാണ്. അവാർഡ് ഇപ്പോൾ നാരായണ ഗുരുവിന് സമർപ്പിക്കുന്നുവെന്നും മമ്മൂട്ടിക്കും തനിക്കും ഒക്കെ അവാർഡുകൾ കിട്ടിയെന്നും ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസത്തിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് നമുക്ക് ലഭിച്ചു എന്നൊക്കെയുള്ള വലിയ വായിലെ വർത്തമാനം പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുക, താൻ അതിന് അർഹനാണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. NSS SNDP ഐക്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ താൻ ഐക്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐക്യത്തിന് തകർച്ച ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ഇത് മാറാൻ അധിക ദിവസം വേണ്ടിവരില്ല, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഞാൻ ആദ്യം പറയാം. പത്മഭൂഷൺ ഏത് പട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ആളല്ലേ ഇപ്പൊ പറയുന്നത് ഇതുപോലൊരു അവാർഡ് എനിക്കും മമ്മൂട്ടിക്കും കിട്ടിയെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിയും ഉൾപ്പെടെ 8 മലയാളികൾക്കാണ് പുരസ്കാരങ്ങൾ, ഈ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. അതേസമയം വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം നൽകാൻ കേരളം ശുപാർശ ചെയ്തിരുന്നില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടിയെയാണ് ഈ പുരസ്കാരത്തിന് സംസ്ഥാനം ശുപാർശ ചെയ്തത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊക്കെ കൊടുക്കുവാൻ ഒരു മാനദണ്ഡമില്ലേ? ഈ വെള്ളാപ്പള്ളിയെ പോലൊരാൾക്ക് കൊടുക്കുവാൻ, ബാക്കിയുള്ള ഇപ്പം മമ്മൂട്ടിയൊക്കെ അതിന് അർഹനാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശമാണല്ലോ, കേന്ദ്രമാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടോ എന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വട്ടം എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. വീണ്ടും ഇപ്രാവശ്യവും നമ്മുടെ സംസ്ഥാന സർക്കാർ മമ്മൂട്ടിയുടെ പേര് മാത്രമാണ് ശുപാർശ ചെയ്തിരുന്നത്. അവർക്ക് ഇപ്പോൾ ലഭിക്കുകയും ചെയ്തു. അവർക്ക് അർഹരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ കൊടുക്കുവാൻ ഒരു മാനദണ്ഡമില്ലേ? ഇതൊക്കെ അർഹതപ്പെട്ടവർക്കാണോ ലഭിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ ഈ പുരസ്കാര പ്രഖ്യാപനം കാണുമ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ അടക്കം ഇപ്പോൾ ഈ ജസ്റ്റിസ് KT തോമസിനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കുരുക്കായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോണു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം KT തോമസ് അംഗമായിട്ടുള്ള ഗുഡ് സമരിറ്റൻ പ്രോജക്ടിന്റെ പേരിൽ നിലനിൽക്കുന്നത് CBI കേസാണ്. വെള്ളാപ്പള്ളിയുടെ പേരിൽ നിലനിൽക്കുന്നത് 124 സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ്. ഗുരുതര കേസുകളിൽ പ്രതികളായവരെ എങ്ങനെ ഇത്തരം പുരസ്കാരത്തിന് പരിഗണിച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിനുത്തരം തന്നാൽ ഇത് വാങ്ങിക്കുന്നതിൽ ഒരു അർഹരാണ് എന്ന് പറയാം.
പത്മ ബഹുമതികൾ ലഭിച്ച ജസ്റ്റിസ് കെ ടി തോമസും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒക്കെ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് ഗുരുതര കേസുകളിൽ പ്രതികളാണ് എന്നുള്ളതാണ്. കോട്ടയം എടമറ്റത്ത് ഓഫീസുള്ള ഗുഡ് സമരിറ്റൻ പ്രോജക്റ്റ് ഓഫ് ഇന്ത്യ, കാത്തലിക് റിഫോർമേഷൻ ലിറ്ററേച്ചർ സൊസൈറ്റി എന്നീ സംഘടനകളുടെ പേരിൽ നടന്ന വിദേശ ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധമുള്ള കേസിലാണ് കെ ടി തോമസ് പെട്ടിട്ടുള്ളത്. 1974 മുതൽ ഹോളണ്ട് ആസ്ഥാനമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ സംഘടനയായിട്ടുള്ള വുഡ് ആൻഡ് ഡാഡ് മുതൽ 2009 വരെയുള്ള കാലയളവിൽ വിവിധ പദ്ധതികൾക്കായിട്ട് 2 സംഘടനകൾക്കും കോടിക്കണക്കിന് രൂപ സംഭാവനയായി നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പണം അനധികൃതമായിട്ട് വകമാറ്റി ചിലവഴിച്ചു എന്നാണ് CBI വ്യക്തമാക്കുന്നത്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള കേസ് കൂടി ഇതിനോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. 1974 മുതൽ 2009 വരെയുള്ള കാലയളവിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനും സുനാമി പുനരുദ്ധാരണത്തിനും വേണ്ടിയിട്ട് പാലാ ഫെഡറൽ ബാങ്കിന്റെ FCNR മുഖാന്തരം അയച്ചു കൊടുത്ത കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് കോട്ടയം, ആലപ്പുഴ, തിരുവനന്തപുരം, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി, ആ ഭൂമി വിൽപ്പന നടത്തിയെന്നും പണം സ്വന്തം കാര്യത്തിനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു കേസുണ്ട്. 2005 ഹോളണ്ട് ആസ്ഥാനമായ സംഘടന സുനാമി പുനരുദ്ധാരണത്തിന് സംഭാവന നൽകിയ 1,07,00,000 രൂപയും 2005 മൂകബധിരർക്ക് CBSE സ്കൂൾ അനുവദിക്കുന്നതിന് സംഭാവന നൽകിയ 1,03,00,000 രൂപയും ഫലപ്രദമായി വിനിയോഗിച്ചില്ല എന്നും സംഭാവന നൽകിയ സ്ഥാപനത്തെ ചതിച്ചു എന്നുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ഗുഡ് സമരിറ്റൻ പ്രോജക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ടുള്ള ഒരാളാണ് കെ ടി തോമസ്. നിലവിൽ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേരളത്തെ പിടിച്ചുകുലുക്കുകയും രാഷ്ട്രീയ വിവാദമാവുകയും വലിയ സാമ്പത്തിക തട്ടിപ്പെന്ന ആരോപണം ഉയരുകയും ചെയ്ത മൈക്രോ ഫിനാൻസ് കേസിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ഏകദേശം 15 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നതാണ് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തി എന്നുള്ള പരാതി അടക്കം ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ 1-ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്താകെ 124 കേസുകളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. 2-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകാൻ തീരുമാനിച്ചുവെങ്കിലും അന്വേഷണം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ പെട്ടു നിൽക്കുന്ന ഇവർക്ക് എങ്ങനെ പത്മ പുരസ്കാരങ്ങൾ നൽകാൻ തീരുമാനിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായിരിക്കും ആ ഉത്തരം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും പിൻബലത്തിലാണോ? എന്തായാലും കേരള സർക്കാർ, എന്തായാലും പിണറായി വിജയൻ എന്തായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പേര് അങ്ങോട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചത്? പിന്നെ ഈ വെള്ളാപ്പള്ളി പറയുന്ന ഒരു വാക്ക് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ ചെവികളിൽ കേൾക്കുന്നത്. അതായത് പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം, കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് ഇത് മാറിയില്ലേ എന്ന്. ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തരംതാണു പോയ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് എങ്ങനെയാണ് പത്മഭൂഷൺ കൊടുക്കുന്നത് എന്നതിന്റെ ചിന്ത അതൊരു വല്ലാത്ത ചിന്തയായി പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പത്മഭൂഷൺ നേടിയെടുക്കുവാനൊക്കെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ 2-ാം സ്ഥാനം വഹിക്കുന്നതാണ്. ആ ബഹുമതിയൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള എന്ത് പ്രവൃത്തിയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ചെയ്തിട്ടുള്ളത്? വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങളായിരുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കേസും കൂട്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചപോലെ 124 കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അത് മാത്രമല്ല, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകുന്നത് ശരിയാണോ എന്നാണ് ചിന്തിക്കേണ്ടത്.